2024 പണം വാരി ചിത്രങ്ങളിലൊന്നാണ് മഞ്ഞുമൽ ബോയ്സ് അറിയപ്പെടുന്നത്. അതിലെ നടനും നിർമ്മാതാക്കളിൽ ഒരാളുമായ സൗബിനെ ഇ.ഡി. ചോദ്യം ചെയ്തെന്ന് കേൾക്കുന്നു. എന്താണ് അതിൻ്റെ വാസ്തവം? അല്ലാതെ രണ്ട് കേസുകൾ ഈ സിനിമയുടെ പേരിലുണ്ടെന്നാണ് കേട്ടത്. കാരണം ഒന്ന്, അതിൻ്റെ നിർമ്മാതാവിനെ പറ്റിച്ചു. നിർമ്മാതാക്കളിൽ സൗബിന് നിർമ്മാതാവാണ്. കോ പ്രൊഡ്യൂസറായിരുന്ന ആൾക്ക് വാഗ്ദാനം ചെയ്ത പൈസ കൊടുത്തില്ല എന്നൊരു കേസ്, ക്രിമിനൽ കേസുണ്ട്. അതിപ്പം പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതങ്ങനെയല്ല, ഇത് ഇ.ഡിയുടെ കേസാണ്. യഥാർത്ഥത്തിൽ ആ കേസ് പോലീസ് എടുത്ത ആ കേസിനെ തുടർന്നാണ് ഇ.ഡി വന്നത്. പല കേസുകളിലും അങ്ങനെയാണല്ലോ, പോലീസ് ഇത് കേസ് രജിസ്റ്റർ ചെയ്യും. അപ്പോൾ അതിനകത്ത് ഈ കള്ളപ്പണത്തിൻ്റെ ഇടപാട്, മണി ലോണ്ടറിങ് ഉണ്ടെന്ന് കണ്ടാൽ ഇ.ഡി വരില്ല. PMLA ആക്ട് അനുസരിച്ച് ഇ.ഡി വരുന്നു. ഇപ്പോൾ ഇതിനകത്ത് നോക്കൂ, ഈ സിനിമയ്ക്ക് മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമയ്ക്ക് ഏതാണ്ട് 212 കോടിയോ മറ്റോ കിട്ടിയെന്നാണ് പറയുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ വലിയ ഹിറ്റായിരുന്നു. ശരി, ഈ അത്രയും വരുമാനം ഉണ്ടായോ എന്നാണ് ഇ.ഡി പരിശോധിക്കുന്നത്. യഥാർത്ഥത്തിൽ അത്രയും ഉണ്ടായോ? അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നോക്കി, തിയേറ്റർ കളക്ഷൻ എല്ലാം വെച്ചിട്ട് അത്രയും രൂപ കിട്ടിയിട്ടുണ്ടോ എന്ന് ഇ.ഡി അന്വേഷിക്കും. സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ട്രെൻഡ്, അത് പറയും മുമ്പ് ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇ.ഡി പലരെയും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നുണ്ട് അല്ലേ? രാഷ്ട്രീയക്കാരെ, ഭൂരിപക്ഷം രാഷ്ട്രീയക്കാരൊക്കെ വരുമ്പോൾ ഇവിടെ ഈ സർവ്വ ചാനലുകാരും ക്യാമറയും ഒക്കെ ആയിട്ട് വടിയും വടിവാളും കുന്തവും കുടച്ചക്രമായിട്ട് അവിടെ പോയി നിൽക്കുമല്ലോ. എന്താ സൗബിൻ പോയിട്ട് ആരും പോയി നിൽക്കാഞ്ഞത്? രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് മാത്രം ആ വർഗത്തിൽപ്പെട്ട, ആ ജനുസിൽപ്പെട്ട ആളുകൾ മാത്രമാണോ ഈ ചാനലുകാർക്ക് നെഞ്ചത്ത് കയറാനുള്ള ആളുകൾ? എന്തുകൊണ്ടാണ് സിനിമാ നടനായ, മലയാള സിനിമയിലെ ഒരു സക്സസ്ഫുൾ നായകനായ, സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്നത്, മലയാള സിനിമയിൽ എല്ലാവരും സൂപ്പർ സ്റ്റാറാണോ? ഏതോ ഒരു നിഗം ഒരു സൂപ്പർ സ്റ്റാറാണ്, ഈ സൗബിൻ സൂപ്പർ സ്റ്റാറാണ്. സൂപ്പർ സ്റ്റാർമാരെ മുട്ടിയിട്ട് മലയാള സിനിമ ഇപ്പം നടക്കാൻ വയ്യ. അപ്പോൾ അതെന്തും ആവട്ടെ, സൂപ്പർ സ്റ്റാർ ആവട്ടെ അല്ലാതിരിക്കട്ടെ, എന്തുകൊണ്ടാണ് സൗബിൻ ഇ.ഡി ഓഫീസിൽ പോയിട്ട് രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും പോകുമ്പോൾ ക്യാമറയും മൈക്കും വെക്കുന്ന ചാനലുകാർ പോവാത്തത്? പേടിച്ചിട്ടാ? അല്ല, ആണ്. കാരണം ഇവരൊക്കെ എന്ത് തോന്നിയാസം കാണിച്ചാലും ഇവർക്ക് വേണം. ഇവരുടെ ചാനൽ ഷോകൾക്ക് റേറ്റിംഗ് കിട്ടാൻ ഇവരുടെ മുഖം കാണിച്ചേ പറ്റുള്ളൂ. അപ്പോൾ പേടി തന്നെയാണ്, ഒരു സംശയവുമില്ല. പേടിയുണ്ട്. പച്ചയ്ക്ക് ചീത്ത വിളിച്ചാലും ഈ വടിയും കുത്തിക്കൊണ്ട് പോകുന്ന കണ്ടിട്ടില്ലേ? ചില നടന്മാരുടെയൊക്കെ ഭാഷ കേട്ടാൽ കയ്യിലിരിക്കുന്ന സാധനം കൊണ്ട് ഒരൊറ്റ അടി തലയ്ക്ക് കൊടുക്കാൻ തോന്നും. വിനായകൻ പറഞ്ഞല്ലോ, എത്ര മാധ്യമപ്രവർത്തകർ, എത്ര മാധ്യമ സംഘടനകൾ പ്രതികരിച്ചു. സിനിമക്കാരെന്തു പറഞ്ഞാലും വേദവാക്യാണ്. സിനിമക്കാരൻ തന്തയ്ക്ക് വിളിച്ചാലും ചിരിച്ചുകൊണ്ട് കെട്ടി നിൽക്കും. തലമണ്ടക്കെട്ടടിച്ചാലും ചിരിച്ചുകൊണ്ട് അനുഭവിച്ച് നിൽക്കും. അപ്പോൾ പാവപ്പെട്ട സുരേഷ് ഗോപിയാണല്ലോ ഒന്നൊന്ന് മാറി നിൽക്കുമെന്ന് പറഞ്ഞ് തൊട്ടാൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറും. ഇത് നമ്മുടെ മാധ്യമപ്രവർത്തകർ കാണിക്കുന്ന ഒരു നെറികേടാണ്. കാരണം ഈ പണ്ട പറഞ്ഞ പോലെ പട്ടികജാതിക്കാരൻ തല്ലിയ കേസില്ല എന്ന് പറയുന്ന പോലെ മാധ്യമപ്രവർത്തകരെ നമുക്ക് വിമർശിക്കാം. നമ്മൾ മാധ്യമപ്രവർത്തകരാണ്. ഇങ്ങനെയൊന്നും അല്ല മാധ്യമപ്രവർത്തനം നടത്തുന്നത്. നിങ്ങൾ രാഷ്ട്രീയക്കാരെയും പൊതുപ്രവർത്തകരെയും അവർ കാറിൽ വന്നിറങ്ങുന്നത്, അകത്തോട്ട് കയറിപ്പോകുന്നത്, അവിടെ ഇരിക്കുന്ന ജനലിൽ കൂടെ തിരിച്ചിറങ്ങുമ്പോൾ ഒക്കെ കാണിക്കാമെങ്കിൽ ഇതും കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് വിവരം ശേഖരിക്കാനാണ് തന്നെ. എല്ലാവരുടെയിൽ നിന്നും അപ്പം വിവരം ശേഖരിക്കാനാണ് വിളിക്കുന്നത് അല്ലേ? അല്ല, തൂക്കിക്കൊല്ലാനാണ്. രാഷ്ട്രീയക്കാരനെ വിളിച്ചാൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി. സൗബിനോ അല്ല നടനോ ആണെങ്കിൽ വിവരം ചോദിക്കാൻ വിളിച്ചു. എന്തൊരു ഭാഷയാണ് സുഹൃത്തുക്കളെ! ഇങ്ങനെയാണോ മാധ്യമ പ്രവർത്തനം? അപ്പോൾ നിങ്ങൾ ഒരേ നീതി, സൗബിനെക്കുറിച്ച് നെഗറ്റീവ് വാർത്ത കൊടുക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. രാഷ്ട്രീയക്കാർക്കൊരു മാനദണ്ഡം, സിനിമക്കാർക്ക് വേറൊരു മാനദണ്ഡം. അത് നീതിയുക്തമല്ല എന്ന് പറഞ്ഞു വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ 210 കോടി രൂപ, അല്ല 210 കോടി രൂപയാണ് ഈ സിനിമയ്ക്ക് കിട്ടിയെന്ന് പറയുന്നത്. ഇപ്പോൾ സൗബിൻ്റെ ചില സിനിമകളൊക്കെ ഈ ചൈനയിൽ പോയിട്ട് 20 കോടി കിട്ടിയെന്ന് പറയുന്നുണ്ട്. ചൈനയിൽ 20 കോടി കിട്ടി. അപ്പോൾ ബോളിവുഡിലെ കണക്ക് വേറെ പറയാനുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് നമ്മുടെ സമീപകാലത്ത് ഒരു സിനിമ ഇറങ്ങുന്നു, സിനിമ 8 നിലയൊക്കെ പൊട്ടുന്നു. എന്നാലും ഉടൻ പോസ്റ്റ് വരും, 50 കോടി ക്ലബിൽ, 100 കോടി ക്ലബിൽ. ഈ അടുത്തിടയ്ക്ക് 50 കോടി ക്ലബിൽ കയറിയെന്ന് പറഞ്ഞ സിനിമ ഈ സൗബിൻ്റെയൊക്കെ സംഭവം വന്നുകൊണ്ടാണെന്ന് അറിയാമല്ലോ. ടപ്പേന്ന് താന്ന് ഇപ്പം 37 കോടിയിലായിരിക്കുന്നത്. പേരൊന്നും ഞാൻ പറയുന്നില്ല, ആൾക്കറിയാം. അപ്പോൾ ഇതൊക്കെ പബ്ലിസിറ്റി സ്റ്റണ്ടാണ്. ആളുകളെ കൂട്ടാൻ വേണ്ടി 50 കോടി ആണെന്നാണ് നമ്മളൊക്കെ കരുതിയത്. ഇ.ഡി കരുതുന്നത് അങ്ങനെയല്ല. ഇതാണ് വ്യത്യാസം. നമ്മൾ വരുന്നും ആ സിനിമ 8 നില പൊട്ടിയ സിനിമയും 100 കോടി കയറി, നിർമ്മാതാവ് വെറുതെ ഗുണ്ടടിക്കുകയാണെന്നൊക്കെ പറയും. എന്നിട്ട് നമ്മൾ കളിയാക്കും, ചുമ്മാ ആര് കാണാനിടേ 100 കോടി ഉണ്ടയാണ് കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. പക്ഷേ ഇ.ഡി അത് അത്ര നിസാര കളിയായിട്ട് കാണുന്നില്ല. കാരണം ഇ.ഡി പറയുന്നു ഒരു സിനിമ 100 കോടി കിട്ടിയെന്ന് പറയുന്നു. അപ്പോൾ ആ നിർമ്മാതാവ് ക്ലെയിം ചെയ്യുകയാണ്, എൻ്റെ സിനിമയ്ക്ക് 100 കോടി കിട്ടി.
അയാളുടെ അക്കൗണ്ടിൽ 100 കോടി വന്നു. 50 കോടി 25 കോടി കിട്ടിയിട്ടുള്ളെങ്കിൽ ബാക്കി 75 കോടി എവിടുന്ന? അത് പ്രശ്നമാണ്. ബാക്കി 75 കോടി വേറെ എവിടെ നിന്നോ വന്നു. സോഴ്സ് അറിയണം. സോഴ്സ് അറിയല്ല, വേറെ എവിടെ നിന്നോ ഉള്ള ബ്ലാക്ക് മണി ഈ സിനിമയുടെ റവന്യൂ ആയ 25 കോടി കഴിഞ്ഞ് ബാക്കി 75 ബ്ലാക്ക് വൈറ്റായി. അപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ട്. സിനിമകളുടെ കളക്ഷൻ കൃത്രിമമായി ഉയർത്തിയിട്ട് അതിൻ്റെ മറയിൽ കോടാനുകോടിയുടെ കള്ളപ്പണം വെളുപ്പിക്കുന്നു എന്നുള്ള ആരോപണം ഇന്ത്യയിൽ പ്രബലമാണ്. ഇന്ത്യയിൽ അത് കേരളത്തിലും ആരംഭിച്ചിട്ടുണ്ടോ എന്ന് ED പരിശോധിക്കുകയാണ്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് ഈ ചൈനയിൽ നിന്ന് സിനിമയ്ക്ക് ഫണ്ട് വരുന്നുണ്ട്. ചൈനയിൽ നിന്ന് ഫണ്ട് വരുന്നുണ്ട്. ഇതാദ്യം പറഞ്ഞത് ഒരു ബോളിവുഡ് നടനായ അമേരിക്കൻ സെനറ്ററാണ്. അദ്ദേഹം ഒരു ബില്ല് തന്നെ അവതരിപ്പിച്ചു. ചൈന സിനിമയ്ക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്നുണ്ട്. അവർ പണം ഒഴുക്കും അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള സിനിമകൾ നിർമ്മിക്കാൻ വേണ്ടി. അത് ഹോളിവുഡിൽ ഈ ഇംഗ്ലീഷ് സിനിമകളുടെ കേദാരഭൂമിയാണ് ഹോളിവുഡിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഹോങ്കോങ്ങിൽ നിന്നാണ് ചൈനീസ് സിനിമകൾ വരുന്നത്. ഹോളിവുഡിന് വെല്ലുവിളിയാണ് ഹോങ്കോങ് സിനിമകൾ. നമ്മൾ ജെറ്റ് ലീയുടെ സിനിമകളൊക്കെ വരുന്ന സിനിമകൾ ഹോങ്കോങ് മെയ്ഡ് സിനിമകളാണ്. അപ്പോൾ ഹോളിവുഡിനെ വെല്ലുവിളിക്കാൻ പോകുന്ന സിനിമകൾ ജാക്കി ചാൻ മുതൽ ജെറ്റ് ലീ ഒക്കെ വെച്ചിട്ട് ഈ സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. അതിനൊക്കെ മല്ലടിച്ച് നിൽക്കുന്ന സിനിമകളാണ് അവരും ചെയ്യുന്നത്. അപ്പോൾ ലോകത്ത് 2 സിനിമാ മാർക്കറ്റുകളുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ഈ സിനിമകൾക്ക്, അമേരിക്കൻ സിനിമകൾക്ക് ഉള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും എലീറ്റ് ക്ലാസ് അമേരിക്കയാണ്. നമ്മൾ മുമ്പ് കണ്ടില്ലേ, അമേരിക്കയുടെ സ്വാതന്ത്ര്യം ആഗസ്റ്റ് 1 മറ്റൊരു സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ അന്യ ലോകത്ത് നിന്ന് കുറേ ജീവികൾ വരുന്നു, അവർ ഭൂമിയെ മുഴുവൻ ആക്രമിക്കുന്നു. അപ്പോൾ അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ അമേരിക്കൻ പട്ടാളം പോയി അവരെ മുഴുവൻ തോൽപ്പിച്ച് ഭൂമിയെ രക്ഷിക്കുന്നു. അപ്പോൾ അമേരിക്കയാണ് സൂപ്പർ പവർ എന്ന് സ്ഥാപിക്കുകയാണ്. അപ്പോൾ പണ്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ പറയുമായിരുന്നു, VSൻ്റെ കാലത്താണ്, VS പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് എന്തു പ്രശ്നം വന്നാലും VS ഇടപെടും. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു ടീച്ചർ പറഞ്ഞു, അവരുടെ സ്കൂളിലെ ബാത്റൂം പൊട്ടിക്കിടക്കുകയാണ്. ടീച്ചർ എന്നിട്ട് പറഞ്ഞു, ആ VS അപ്പൂപ്പനെ ഒന്ന് വിളിക്കുന്നത്, VS ഒന്ന് കണ്ടാൽ ശരിയാവും എന്ന് പറയുന്നത് പോലെ അമേരിക്ക ആണ് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി, ഒരു കമ്പൈനിങ് സിനിമയിലൂടെ വളരെ ഫലപ്രദമായി അമേരിക്ക നടത്തിയിട്ടുണ്ട്. ജെയിംസ് ബോണ്ട് സിനിമകളും ഇങ്ങനെയാണ്. US ആണ്, അല്ലെങ്കിൽ വെള്ളക്കാരനാണ്, വൈറ്റാണ് എലീറ്റ്, അല്ലെങ്കിൽ അത് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻ്റ് ആണല്ലോ ജെയിംസ് ബോണ്ട്. ലോകത്ത് ഏത് പ്രശ്നം ഉണ്ടായാലും ജെയിംസ് ബോണ്ടിനോട് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അതൊക്കെ ഒരു പ്രൊപ്പഗാൻഡ സിനിമകളാണ്. നമ്മളിത് കണ്ട് കൈയടിക്കുന്നു, ജെയിംസ് ബോണ്ടിനെ കണ്ട് കൈയടിക്കുമ്പോൾ അത് ബ്രിട്ടൻ്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയ്ക്കും ക്യാമ്പയിനും കൂടിയാണ് നമ്മൾ കൈയടിക്കുന്നത്. അതെ എന്ന് പറയുന്ന പോലെയാണ് അമേരിക്കൻ സെനറ്റിൽ ബില്ല് അവതരിപ്പിച്ചു. US സിനിമകൾക്ക് ചൈന സിനിമകൾക്ക് വൻതോതിൽ ഫണ്ട് ചെയ്യുന്നുണ്ട്, അതിനെ തടയണമെന്നുള്ള ഒരു ബില്ല് US സെനറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് നമ്മുടെ അമീർ ഖാനെ അറിയാമല്ലോ, ഇന്ത്യൻ സൂപ്പർ സ്റ്റാറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയാണ് ലാൽ സിംഗ് ചദ്ദ. പ്രസിദ്ധമായ സിനിമയാണ്. അത് ഷൂട്ട് ചെയ്തത് തുർക്കിയിലാണ്. തുർക്കിയാണ് ഇപ്പോൾ ആഗോള ഇസ്ലാമിൻ്റെ ഖലീഫേറ്റ് ഉണ്ടാക്കാൻ നടക്കുന്ന രാജ്യമാണ് തുർക്കി. അവിടെ ക്രിസ്ത്യൻ പള്ളികളൊക്കെ ഹാഗിയ സോഫിയ കഴിഞ്ഞിട്ട് അവസാനം ചോര പള്ളി വരെ പിടിച്ചിട്ട് മുസ്ലിം പള്ളിയാക്കി മാറ്റി. അതാണ് തുർക്കിയിൽ പോയാണ് അദ്ദേഹം ഷൂട്ട് ചെയ്തത്. ഈ തുർക്കിയാണ് പറഞ്ഞത് നമ്മുടെ കാശ്മീർ പാകിസ്ഥാന് കൊടുക്കണമെന്ന് പറഞ്ഞ ആളാണ് തുർക്കി, അവിടുത്തെ പ്രസിഡന്റ്. അപ്പം അവിടെ പോയിട്ടാണ് അമീർ ഖാൻ്റെ സിനിമ ലാൽ സിംഗ് ചദ്ദ ഷൂട്ട് ചെയ്തത്. ലാൽ സിംഗ് ചദ്ദ എന്നുള്ള സിനിമ ചൈനയിൽ പോയി, വലിയ ഹിറ്റായിരുന്നു. ദങ്കൽ എന്നുള്ള സിനിമ ചൈനയിൽ പോയിട്ട് കളക്ഷൻ 1000 കോടി രൂപയായിരുന്നു. ചൈനയിൽ നിന്ന് ദങ്കൽ കളക്ട് ചെയ്തത് 1000 കോടിയാണ്. ഞാൻ ലാൽ സിംഗ് ചദ്ദയുടെ കാര്യം വീണ്ടും പറയാം, ഞാൻ ദങ്കലിൻ്റെ കാര്യം പറഞ്ഞിട്ട് അതിലേക്ക് വരാം. 1000 കോടി. പിന്നെ അദ്ദേഹത്തിൻ്റെ വേറൊരു സിനിമയുണ്ട്, ഞാൻ പേര് പറയാം, സീക്രട്ട് സൂപ്പർ സ്റ്റാർ. സിനിമ കേട്ടിട്ടുണ്ടോ? ഞാനും കേട്ടിട്ടില്ല. ഞാൻ ഈ ഡാറ്റ എടുത്തപ്പോൾ കേട്ട സീക്രട്ട് സൂപ്പർ സ്റ്റാർ എന്നുള്ള ആമിർ ഖാൻ്റെ സിനിമയുടെ ചൈനയിലെ കളക്ഷൻ 2000 കോടി രൂപയാണ്. 2000 കോടിയോ? ഇന്ത്യയിൽ 8 നില പൊട്ടി ഒരു മനുഷ്യൻ കാണാത്ത, ഒരു പട്ടിക്കുഞ്ഞു പോലും കാണാത്ത, കെട്ടിട്ടില്ലാത്ത സിനിമയാണ് സീക്രട്ട് സൂപ്പർ സ്റ്റാർ. 2000 കോടി കളക്ട് ചെയ്തു. ഈ സിനിമ നിർമ്മിച്ചതാരാണെന്നറിയോ? അമീർ ഖാനും ഇന്ത്യയിൽ താമസിക്കാൻ പേടിയാണെന്ന് മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ള അമീർ ഖാൻ്റെ ഭാര്യയും ഈ സിനിമ നിർമ്മിച്ച്. അപ്പോൾ ഈ 2000 കോടി ആർക്കാണ് കിട്ടിയത്? അമീർ ഖാൻ കിട്ടി. എവിടെ നിന്ന് കിട്ടി? ചൈനയിൽ നിന്ന് കിട്ടി. ഇനി നമുക്ക് ലാൽ സിംഗ് ചദ്ദയിലേക്ക് ഒന്ന് വരാം.
ലാൽ സിംഗ് ചദ്ദ അത്യാവശ്യം കണ്ട കോമഡി നമ്മൾ ചിരിച്ച സിനിമയായിരുന്നു. അത് അപക്വമതിയായ കോമാളിത്തരങ്ങൾ കാണിക്കുന്ന ഒരു ഇന്ത്യൻ മിലിറ്ററി ഓഫീസറുടെ കഥയാണ്. ആ മിലിറ്ററി ഓഫീസറായിട്ട് അഭിനയിച്ചത് ആമിർ ഖാനാണ്. ആ സിനിമ ഇറങ്ങിയ പശ്ചാത്തലം ഒന്ന് ആലോചിച്ചേ. ഗാൽവൻ കലാപം ഉണ്ടായി. സംഘർഷമുണ്ട്, കലാപമല്ല. ഇന്ത്യക്കാരും ചൈനീസ് പട്ടാളക്കാരും തമ്മിൽ ഏറ്റുമുട്ടി. അടിക്കടി കൊടുത്ത് നമ്മുടെ കുറച്ച് പേര് വലിച്ച് അതിൻ്റെ ഇരട്ടി ആളുകളെ നമ്മുടെ പട്ടാളക്കാർ അവിടെ പോയി റെഡിയാക്കി. ചൈനക്കാരൻ പേടിച്ചു പോയി അല്ലേ? കാരണം ഫിസിക്കലി ചൈനക്കാരനൊക്കെ കുള്ളന്മാരാണ്. നമ്മുടെ പട്ടാളക്കാർ നല്ല ഗടാഗടിയന്മാരായ നമ്മുടെ പട്ടാളക്കാരോട് ആദ്യം പോയപ്പോൾ നമ്മുടെ കമാൻഡിങ് ഓഫീസറെ ഉൾപ്പെടെ ചൈനക്കാർ ഗാൽവലിനെ ആക്രമിച്ചു. നമ്മുടെ ബാക്കി പട്ടാളക്കാർ ചെന്ന് ഓരോ അടിച്ചു കൂട്ടി റൊട്ടിയാക്കി 10-60 എണ്ണത്തിനെ കൊന്നു. നമുക്ക് സംഭവിച്ചതിനേക്കാളും 3 ഇരട്ടി കാഷ്വാലിറ്റി ഉണ്ടായെന്ന് ലോകത്തിലെ എല്ലാ വാർത്താമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഇന്ത്യക്കാരെ കാണുമ്പോൾ പേടിച്ച് മുള്ളിയിരിക്കുകയാണ് ആര്? ചൈന പട്ടാളം. നമ്മൾ ആലങ്കാരികമായിട്ട് പറയാണ്, അങ്ങനെ ഒന്ന് പേടിച്ച് മുള്ളിയിട്ടൊന്നും ഉണ്ടാവില്ല നമുക്കറിയാം. എങ്കിലും നമുക്ക് ആലങ്കാരികമായിട്ട് പറയാം, അതിൽ നമ്മളാണ് ഇന്ത്യൻ പട്ടാളമാണ് ജയിച്ചത്. ആ കൈകൊണ്ട് ആയുധമില്ലാതെ കൈകൊണ്ടും കമ്പുകൊണ്ടും ആണിയുള്ള പട്ടിയെ കഷ്ടം കൊണ്ടൊക്കെയാണ് ഇവർ ഇങ്ങോട്ട് ആക്രമിച്ചത്. നമ്മൾ വേണ്ട അതുപോലൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ജയിച്ചു ഇന്ത്യൻ പട്ടാളം. അപ്പം അവിടെ ഗാൽവനിൽ ചൈനീസ് ആർമിയുടെ മേൽ ഒരു അധീശത്വം സ്ഥാപിച്ചു ആ പോസ്റ്റുകളിലെങ്കിലും. അപ്പോഴാണ് ഇന്ത്യ പട്ടാളക്കാരൻ മുഴുവൻ കോമാളികളാണ് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നത്. ആ സിനിമയുടെ നായകനും നിർമ്മാതാവിനുമാണ് 1000 കോടിയും 2000 കോടിയും ചൈനയിൽ നിന്ന് കിട്ടുന്നത്. ഒരു സ്ട്രാറ്റജി, ഒരു പ്രൊപ്പഗാൻഡ സ്ട്രാറ്റജി ഉണ്ടോ? ഈ സിനിമ ഇട്ടിട്ട് ഈ ലാൽ സിംഗ് ചദ്ദ ഈ ഇന്ത്യൻ പട്ടാളക്കാരുടെ കരുത്തിന് മുന്നിൽ നമുക്ക് ഫിസിക്കലി ആയുധമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് കരുതുന്ന ചൈനീസ് പട്ടാളക്കാരെ ഒന്ന് കാണിച്ചാലോ? അവനൊന്ന് ബൂസ്റ്റ് ആവത്തില്ലേ? ഇത്രയും മണ്ണന്മാരാണോ ഇന്ത്യൻ പട്ടാളക്കാർ ഓഫീസർമാരെന്നുള്ളത്? അപ്പൊ ഇപ്പൊ ഒരു പ്ലാൻ ഉണ്ടല്ലേ, ഒരു പ്ലോട്ട് ഉണ്ട്. ഈ പ്ലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ US സെനറ്റർ, അയാളൊരു ബോളിവുഡ് നടൻ കൂടിയായിരുന്നു. അദ്ദേഹം ഒരു ബില്ല് അവതരിപ്പിച്ചു. നമ്മുടെ സിനിമകളിലേക്ക് ചൈന ഫണ്ട് ചെയ്യുന്നുണ്ട്. ഫണ്ട് ചെയ്യുന്നത് ഇങ്ങനെ ചൈനയ്ക്ക് അനുകൂലമായ പ്രൊപ്പഗാൻഡ സിനിമകൾ ഇറക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞത്. രണ്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് വായിച്ചേ. വളരെ വലിയൊരു ആണല്ലോ. അപ്പോഴാണ് മലയാളത്തിലുള്ള ചില ആളുകളുടെ സിനിമകൾക്കും ചൈനയിൽ മാർക്കറ്റ് ഉണ്ടാവുന്നത്. കുഞ്ഞുകളിയൊന്നുമല്ല. കാരണം നമുക്ക് ഇവിടെ ന്യൂസ് ലോണ്ടറി, ഇവിടെ ന്യൂസ് ക്ലിക്ക് പോലെയുള്ള പോർട്ടലുകൾക്ക് ചൈനീസ് ഫണ്ട് വന്നു. യെച്ചൂരി വരെ ചോദ്യം ചെയ്തിരുന്നു. ഓർക്കുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ സിനിമയല്ലേ ഏറ്റവും പോപ്പുലർ മീഡിയം. നമ്മുടെ രാഷ്ട്രീയത്തിലും നമ്മുടെ പൊതുജീവിതത്തിലും നമ്മുടെ ചിന്തകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇടപെടാനും സ്വാധീനം ചെലുത്താനും പറ്റുന്നത് സിനിമയ്ക്കാണ്. സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ ടാർഗറ്റാണ്. നമ്മൾ പല നടന്മാരെയും കാണുന്നുണ്ടല്ലോ. നമ്മൾ ചിലർ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാരെ കാണണം. രാഷ്ട്രീയത്തിലെ ഒരു ചോട്ടാ നേതാവ് ആയാൽ പോലും അവരുടെ വണ്ടി ഇന്നോവ ക്രിസ്റ്റ ആയിരിക്കും. ശരിയല്ലേ? എന്ന് ആലോചിച്ച് നോക്കൂ. ഏത് രാഷ്ട്രീയക്കാരൻ്റെ വണ്ടി അതാണ്, മിനിമം അതെങ്കിലും ആയിരിക്കും. ഇന്നോവ ക്രിസ്റ്റയാണ് മിനിമം. ഒരുമാതിരി ജില്ലാ ലെവലിലുള്ള നേതാക്കളാണ് ഇന്നോവ ക്രിസ്റ്റയാണ്. എവിടുന്നാണ് സാറേ കാശ്? ഒരു 35 ലക്ഷം രൂപ മിനിമം വേണം. എവിടുന്നാണ് കാശ്? ലോൺ എടുത്തായിരിക്കും. പോട്ടെ, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു 2-3 സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ നടന്മാർ വാങ്ങുന്നത് കാറിനൊക്കെ എത്ര വിലയാണ്? കോടികളാണ്. ഇവിടെ ചില നടന്മാർ നിർമ്മാതാക്കൾക്ക് കോൾ ഷീറ്റ് തെറ്റിച്ചു, ആകെ പ്രശ്നമായി, വിലക്കുണ്ടാക്കി, മയക്കുമരുന്ന് അടിച്ചു എന്നൊക്കെ പറഞ്ഞ ചില ആരോപണങ്ങൾ ചില നടന്മാർക്കൊക്കെ വന്നിട്ടുണ്ട്. അതിലൊരു നടൻ ഈടെ മേടിച്ചത് 3,80,00,000 കാറാണെന്ന് കേൾക്കുന്നു. എവിടുന്നാ സാറേ കാശ്? വളരെ സീരിയസ് ആയിട്ട് അന്വേഷിക്കും അല്ലേ? അപ്പോൾ ഇന്ന് ഏറ്റവും വലിയ ലീഗൽ ചാനലാണ് സിനിമ. പണം മുടക്കുന്നു, തിയേറ്റർ കളക്ഷൻ വരുന്നു, എല്ലാവർക്കും അറിയാം. പക്ഷേ കളക്ഷൻ പറയുമ്പോഴാണ് സംശയം. ഒരു മനുഷ്യൻ കാണാത്ത സിനിമ 8 നിലയിൽ പൊട്ടിയെന്ന് നമുക്കൊക്കെ നേരിട്ട് ഫീൽ ചെയ്യുന്ന സിനിമയുടെ നിർമ്മാതാവും 50 കോടിയാണ് അവകാശപ്പെടുന്നത്. അത് നമ്മൾ കണ്ട അറുബോറൻ പടമാണെന്ന് പറയുന്ന സിനിമയാണ് ഇത്രയും കളക്ട് ചെയ്യുന്നത്. 50 കോടി 100 കോടി. അപ്പം നമ്മളൊക്കെ ചിരിച്ചു തള്ളുകയാണ്. ഏത് ചുമ്മാ പബ്ലിസിറ്റിക്ക് പറയാം. അല്ല എന്ന് പറയുന്നത് ആരാ? ED. 210 കോടിയോ 212 കോടിയോ മഞ്ഞുമൽ ബോയ്സിന് കിട്ടിയിട്ടുണ്ടോ? അന്വേഷിക്കുകയാണ്. കിട്ടിയിട്ടില്ല എന്നിരിക്കട്ടെ. ഓരോ കാരണം ഇതിന് കണക്കൊക്കെ ക്ലിയറാണ്. തിയേറ്ററിൽ വന്ന കളക്ഷൻ്റെ ഒക്കെ ചിലവ് എത്രയെന്നുള്ള കണക്കുണ്ട്. എല്ലാ അക്കൗണ്ടും ഇതുപോലെ തിയേറ്റർ കളക്ഷൻ ഉണ്ട്. എന്നിട്ട് ഇത്രയും പൈസ ഇല്ല എന്ന് വന്നാൽ ഇപ്പോൾ വിവരങ്ങൾ അറിയാൻ പോയ ആൾ പ്രതിയാവും. ആവില്ലേ? അക്കൗണ്ടിൽ ഇത്രയും പൈസ ഉണ്ട്, വന്ന വഴിയില്ലെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ പറയാം അത് ചുമ്മാ നമ്മൾ തള്ളിയതാണ് കേട്ടോ, ഒന്ന് തള്ളി മറിച്ചതാണ് എന്ന് പറയേണ്ടി വരും. ഇത് രണ്ടിലേതെങ്കിലും ഒന്നും നടക്കും. പക്ഷേ കുറേ കാലമായി മലയാള സിനിമയിൽ
ഇത്തരം ചില ഇടപാടുകൾ നടക്കുന്നത്. ഒരു വർഷം നമുക്ക് 10-12 ഒരു ഡസൻ സിനിമകൾ പോലും വൻ വിജയമാവുന്നില്ല. അതെ, എന്നാൽ ഒരു വർഷം 100-150 സിനിമകൾ മിനിമം ഇറങ്ങുന്നുണ്ട്. സിനിമ പൊട്ടിപ്പോയിട്ടും പല സിനിമകളും പൊട്ടുകയാണെന്ന് അറിഞ്ഞിട്ടും ഒരുപാട് ആളുകൾ സിനിമ നിർമ്മിക്കാൻ വരിക. അതും കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത്. എന്താ ഇതിൻ്റെ രഹസ്യം? ചുമ്മാ കൊണ്ട് കുറേ കോടിക്ക് പൊട്ടിച്ചൊരു സിനിമ എടുത്തിട്ട് പോകാനാണോ? അല്ല. ഇനി ഈ പട്ടയ്ക്ക് ഉണ്ടായിട്ട് ചില ആളുകൾ സിനിമ നിർമ്മിക്കുന്നത് ചില പ്രത്യേക താല്പര്യങ്ങൾ പറയുന്നില്ല, അങ്ങനെയൊക്കെ അറിയാം. അങ്ങനെയൊക്കെ ഒരു കഥയുണ്ടായിരുന്നു. ഇന്ന് അതൊന്നും വേണ്ടത്, ഇന്ന് സിനിമ പിടിക്കണം, നേരിട്ട് കാശ് കൊടുത്താൽ കിട്ടുകയല്ലേ, ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ചില ആഗ്രഹങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അറിയില്ല, നമുക്കറിയില്ല. സിനിമക്കാരെ നമ്മൾ പഴയകാലം ഏതു കാലം ആവട്ടെ, ഇപ്പോൾ സിനിമാ സംവിധായകർ നിർമ്മാതാക്കളൊക്കെ ആയിട്ടുള്ള മീ ടു കേസുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പിന്നെ സെറ്റിലായി പോകുന്നുണ്ട്. അതൊക്കെ ഈ എല്ലാ രംഗത്തും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ 5-10-20 കോടി നോക്കി ഒരു സിനിമ നിർമ്മിക്കണോ? നേരിട്ട് സമീപിച്ച് നോക്കി നല്ലത്. ഇനി സിനിമ പിടിച്ചാലേ വരുള്ളൂ, കാര്യം നടക്കുള്ളൂ എന്നൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പോൾ അതിനൊക്കെ വേറെ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ സിനിമ നിർമ്മിക്കുന്ന അതിന് വേണ്ടിയിട്ടൊന്നുമല്ല. സിനിമ നിർമ്മിക്കുന്നത് ഒന്നെങ്കിൽ അറിഞ്ഞുകൊണ്ട് മിനിമം ഒരു സിനിമയ്ക്ക് 3 കോടി രൂപയെങ്കിലും ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ലോ ബജറ്റിൽ അത്ര പ്രശസ്തരല്ലാത്ത നടീനടന്മാരെ വെച്ച് ഒരു സിനിമ ചെയ്താലും 3 കോടി രൂപ വേണം. ഇത് കളക്ട് ചെയ്ത് ആദ്യത്തെ ദിവസം തന്നെ രണ്ടാമത്തെ ഷോ കഴിയുമ്പോൾ പെട്ടി മടക്കുന്ന ഈ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ആര് വരുന്നുണ്ട്? നമ്മൾ പൊളിഞ്ഞു പോകുമെന്ന് ഉറപ്പുള്ളൊരു ഇൻഡസ്ട്രിയിൽ നിരന്തരം ആളുകളൊന്നും ഇൻവെസ്റ്റ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഇതിനകത്തൊരു സംശയത്തിൻ്റെ ഒരു വസ്തുതയുണ്ട്. നന്നായി സിനിമ ചെയ്യുന്ന, ഇപ്പോൾ ആൻഡോ ജോസഫിനെ പോലെയൊക്കെയുള്ള വളരെ മാന്യമായി നല്ല മികച്ച സിനിമകൾ ചെയ്യുന്ന എത്രയോ നിർമ്മാതാക്കൾ നമുക്കുണ്ട്, അല്ലേ? ആൻഡോ ജോസഫ് ഉണ്ട്, വേണു കുന്നപ്പള്ളിയുണ്ട്. അങ്ങനെ വളരെ മാന്യമായി സിനിമ ചെയ്യുന്ന പ്രൊഡ്യൂസർമാരും നല്ല സിനിമകൾ, ക്വാളിറ്റി സിനിമകൾ, വൻ വിജയങ്ങളാവുന്ന സിനിമകളും ചെയ്യുന്നുണ്ട്. അവരെക്കുറിച്ചൊന്നും ആർക്കും സംശയമില്ല. സംശയമുള്ളത് ചില ന്യൂജൻ നടീനടന്മാർ, ന്യൂജൻ നിർമ്മാതാക്കൾ, ന്യൂജൻ സംവിധായകർ, ഇവരൊക്കെ കൊണ്ടുവരുന്ന ചില സിനിമകളെ സംബന്ധിച്ചാണ് ഇത്തരം ചില ആക്ഷേപങ്ങൾ വരുന്നത്. ഇവരുടെയൊക്കെ മൊത്തത്തിലുള്ള ചില രീതികളൊക്കെ കാണുമ്പോൾ സമൂഹത്തിനാകെ സംശയം ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളും വരുന്നത്. ഡ്രഗ്സിൻ്റെ കാര്യം സിനിമക്കാർ തന്നെ പറയുന്നു, ഡ്രഗ്സ് ഉപയോഗത്തെക്കുറിച്ച്. നിർമ്മാതാക്കൾ പറയുന്നു, ഡ്രഗ്സ് ഉപയോഗിക്കുന്ന സെറ്റുകൾ ഇത് പരസ്യമായി ഉപയോഗിക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, മാമാങ്കം സിനിമ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അഭിനയിച്ച സിനിമകളിലൊന്നാണ്. അതിൻ്റെ പ്രൊഡ്യൂസർ ആ സിനിമ ഒരു ദിവസം 3000-4000 പേര് വരെ ലൊക്കേഷനിൽ ഷൂട്ടുണ്ടായിരുന്നു. വലിയ ക്രൗഡൊക്കെ ഉള്ള സിനിമയാണ്. അവിടെ അദ്ദേഹം മദ്യവും പുകവലിയുടെ വരെ ബാൻ ചെയ്തിരുന്നു. പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഒരു കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ, ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ പങ്കെടുക്കുകയാണ്. ചിലപ്പോൾ അനാശാസ്യമായ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി കമ്മിറ്റി വരെ ഉണ്ടാക്കിയിരുന്നു വേണു കുന്നപ്പള്ളി എന്നുള്ള പ്രൊഡ്യൂസർ. എനിക്ക് നേരിട്ടറിയാം. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ സിനിമ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ആൻഡോ ജോസഫിൻ്റെയൊക്കെ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ മിനിമം ഗ്യാരണ്ടി ഉള്ള സിനിമകളാണ്, അല്ലേ? നമുക്ക് അതുപോലെ ഗോകുലം ഗോപാലൻ ചെയ്യുന്ന സിനിമകൾ, ഗോകുലം ഫിലിമിൻ്റെ സിനിമകൾ, AV അനൂപിൻ്റെ സിനിമകൾ, ഇതൊക്കെ ഇത് മാത്രമല്ല, ഇവരെ മാത്രമല്ല, ഒരുപാട് സിനിമ നല്ല രീതിയിൽ ചെയ്യുന്ന ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് ഒക്കെ ഉള്ള ഒരുപാട് സിനിമകളുണ്ട്, നല്ല സിനിമകളുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ. അവിടെ ഒന്നും ഈ അലിഗേഷൻ വരുന്നത് ചില സിനിമകൾക്ക് നേരെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അത് മൊത്തത്തിൽ ഇൻഡസ്ട്രിയെ മൊത്തം ബാധിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ, ഇപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷക്കാർ എല്ലാവരും തല്ലിപ്പൊളിയാന്ന് പറയാൻ പറ്റുമോ? ചില ആളുകൾ പെരുദോഷം ഉണ്ടാക്കും. അതുകൊണ്ട് ഓട്ടോറിക്ഷക്കാരേ കുഴപ്പമാണെന്ന് പറയും. ചില പോലീസുകാരെ മോശമായി പെരുമാറുന്നതുകൊണ്ട് ആകെ പോലീസിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. എന്ത് പറയുന്നത്, സിനിമയെ മറ്റ് ചില താല്പര്യങ്ങളുടെ മീഡിയമായി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതിന് തയ്യാറാവുന്ന ആളുകളും ഉണ്ടെന്നാണ് ഞാൻ ദങ്കൽ മുതലുള്ള സിനിമകളുടെയും സീക്രട്ട് സൂപ്പർ സ്റ്റാർ ഉൾപ്പെടെയുള്ള സിനിമകൾക്ക്, വലിയ ഇന്ത്യയിൽ പൊട്ടിപ്പോയ സിനിമയ്ക്ക് ഭാഷ പോലും അറിയാതെ ചൈനയിൽ നിന്ന് 2000 കോടിയൊക്കെ കിട്ടിയെന്ന് പറയുന്നു. പിന്നെ ലാൽ സിംഗ് ചദ്ദയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ ഒരു കോമാളിയായ ഒരു ഇന്ത്യൻ പട്ടാളക്കാരനെ ചിത്രീകരിക്കുക, നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ, കഥയല്ലേ എന്നൊക്കെ പറയാം. അത്ര നിഷ്കളങ്കമാണോ സാർ? എനിക്ക് സംശയമുണ്ട്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ പലതിൻ്റെ ഒരു മറയായി ഒരു ന്യൂനപക്ഷം സിനിമയെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു പക്ഷേ അത്തരം കള്ള നാണയങ്ങളെ, കറുത്ത ആടുകളെ പുറത്തു കൊണ്ടുവരാൻ EDയുടെ ഈ അന്വേഷണം സഹായിച്ചേക്കും എന്ന് കരുതാം. പക്ഷേ പല അന്വേഷണങ്ങളും എവിടെ പോയെന്ന് നമുക്കറിയത്തില്ല. ഏതായാലും സൗബിനെ ചോദ്യം ചെയ്തു, ചോദ്യം ചെയ്തു എന്ന് പറയണ്ട, വിവരം അറിയാൻ വിളിച്ചു. അതിൻ്റെ ഒരു വിഷ്വൽ പോലും, ഒരു ഫോട്ടോ പോലും പത്രത്തിൽ വന്നിട്ടില്ല. ഇനിയും വിളിക്കുമെന്നാണ് പറയുന്നത്. അപ്പോഴും വരത്തില്ല. കാരണം മാധ്യമപ്രവർത്തകർക്ക്, മാധ്യമ സ്ഥാപനങ്ങൾക്ക് അതിനുള്ള തണ്ടല്ലുറപ്പില്ല. കാരണം ഇവർക്ക് നാളെ ആവശ്യമുണ്ട്.
അതേസമയം ഈ ബാംഗ്ലൂരിൽ ഇപ്പോൾ നടന്നല്ലോ ഒരു കന്നഡ സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാർ, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടതാണ്. കൊലക്കേസിലെ പ്രതിയാണ്. നമ്മുടെ ഈ ദിലീപിൻ്റെ എന്തെല്ലാം ഫോട്ടോസാണ് കൊടുത്തത്. അതെ, ദിലീപിനെതിരെ വളരെ സീരിയസ് ആയിട്ടൊരു കേസ് വന്ന് അദ്ദേഹത്തിൻ്റെ സർവ്വ വിഷ്വൽസും കൊടുത്തു. ഇത് കൊടുക്കണ്ടാവും. ഞാൻ പറയുന്നത് സൗബിൻ്റെ വിഷ്വൽസ് കാണിക്കാതിരുന്നതിൽ എനിക്ക് പരാതിയില്ല. കാരണം ഏതെങ്കിലും കേസിൽ പ്രതിയായിട്ട് അയാൾ വന്നിട്ട് പോട്ടെന്ന് ആരും പറയട്ടെ. ഇത് സൗബിന് മാത്രമാക്കരുത്, സിനിമാക്കാർക്ക് മാത്രമാക്കരുത്, നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് പ്രിവിലേജ് കൊടുക്കണം. എന്തിനാണ് രാഷ്ട്രീയക്കാരൻ വരുന്നു എന്നറിഞ്ഞാൽ ഉടനെ ക്യാമറയായിട്ട് അവിടെ പോയി പെറ്റ് കിടക്കുന്നതിനാ? ഒരേ മാനദണ്ഡം വേണ്ടേ? എന്തിനാണ് പിന്നാലെ നടന്ന് വേട്ടയാടുന്നത്? ഇതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ പോയി വിഷ്വൽസ് ജനങ്ങളെ ഒരു പ്രമുഖരായ നേതാവ് EDയോ അല്ലെങ്കിൽ CBIയോ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നാൽ കാണിക്കുന്നതിൽ തെറ്റുമില്ല. പക്ഷെ അത് ആ പാരാമീറ്റർ എല്ലാവർക്കും ബാധകമാക്കണം. സിനിമാക്കാരാണ് കാണിക്കില്ല, രാഷ്ട്രീയക്കാരാണ് നെഞ്ചത്തോട്ട് കയറാം എന്നുള്ള ലൈൻ മാധ്യമങ്ങൾ ഒഴിവാക്കണം, പുനഃപരിശോധിക്കണം, വാർത്ത കൊടുക്കണം. പിന്നെ സൗബിനെ പോലെയുള്ള ആളുകൾ മറുപടി കൊടുത്ത് അവർ മിസ്റ്റർ ക്ലീൻ ആയിട്ട് തിരിച്ചു വരട്ടെ. ഏതായാലും 2 സിനിമയിൽ അഭിനയിച്ചാലും പുത്തൻ 5 കോടിയുടെ കാറ് മേടിക്കാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ എന്നെ ആരും വിളിക്കുന്നില്ല. അല്ലെങ്കിൽ അഭിനയിക്കുമായിരുന്നു, കാറൊക്കെ പിന്നല്ല നല്ലൊരു കാറൊക്കെ മേടിച്ച് പൊളിച്ച് കളഞ്ഞ ഫ്ലാറ്റ് ഉണ്ടല്ലോ നമ്മുടെ മരടിൽ, അവിടെ ഫ്ലാറ്റ് ഉണ്ടായിരുന്ന നടന്മാരും ഉണ്ട്. സിനിമയിൽ അഭിനയം തുടങ്ങിയപ്പോഴേ അവിടെ ഫ്ലാറ്റ് മേടിച്ചായിരുന്നു. അത് സുപ്രീം കോടതി പൊളിച്ച് കളഞ്ഞു. ഏതായാലും സിനിമാ ലോകത്ത് അത്ര വെടിപ്പല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാം. അതെ.